ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ ഓർഡർ ലിസ്റ്റിനെ തുടർന്ന് വരുന്ന അൺഓർഡർ ലിസ്റ്റ് അല്ലെങ്കിൽ UL എന്ന ടാഗിനെ കുറിച്ചാണ്. ഇതിനെ നമ്മൾ ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ വെബ് പേജിനുള്ളിൽ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ബുള്ളറ്റ് അല്ലെങ്കിൽ പോയിന്റ് ഇട്ടിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ബുള്ളറ്റഡ് ലിസ്റ്റ് അല്ലെങ്കിൽ UL എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് UL എന്ന ടാഗ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് എടുക്കുന്നത് എഡിറ്ററായിട്ട്. ഞാൻ ഇതിലൊരു പുതിയ പേജ് ഓപ്പൺ ചെയ്തു. ഇതിന് ഞാൻ സേവ് ചെയ്യേണ്ടത് UL.html എന്ന പേരിൽ ഞാനിത് സേവ് ചെയ്തു. ഓക്കെ, നമുക്ക് സാധാരണ നമ്മൾ എല്ലാ HTML വെബ് പേജും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന HTML ടാഗ് എന്ന ടാഗ് ഞാൻ ഈ ഭാഗത്തും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടാഗായ UL എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിച്ചു. ഈ UL എന്ന ടാഗിന് ടൈപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൈപ്പ് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഞാനിവിടെ വന്ന് സർക്കിൾ എന്ന ടൈപ്പാണ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലിസ്റ്റിലായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ലിസ്റ്റ് ഒരു വേർഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഞാനൊരു ലിസ്റ്റ് ഒരു 3-4 ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ താഴെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിത് ഇവിടെ വന്ന് ഒന്ന് സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ എവിടെയാണോ അത് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെ ഞാൻ UL എന്ന പേരിലാണ് ഈ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, UL എന്ന ടാഗിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ ഇത്രയും ഭാഗം തുറന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ പറഞ്ഞത് അൺഓർഡർ ലിസ്റ്റിലെ സർക്കിൾ എന്ന ടാഗ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. സർക്കിൾ എന്ന ടാഗ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോന്നോരോ സർക്കിൾ രൂപത്തിലായിരിക്കും ബുള്ളറ്റ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അടുത്തത് ഞാൻ ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ അടുത്തൊരു ടാഗിനെയാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഡിസ്ക് എന്ന ടാഗിനെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഈ സർക്കിൾ എന്ന ഭാഗത്ത് ക്ലിയർ ചെയ്ത് ഞാൻ ഡിസ്ക് എന്ന ഭാഗം ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്തു. ഞാൻ ഇതിന് ബ്രൗസറിൽ ചെയ്ത് ഞാൻ ഇതൊന്നുകൂടി റീലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ, നേരത്തെ സർക്കിൾ ആയിരുന്നുവെങ്കിൽ റൗണ്ട് രൂപത്തിലാണ് വന്നതിന് ഡിസ്ക് എന്ന് പറയുമ്പോൾ ഫുൾ ഫില്ലഡ് ആയിട്ടുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള സർക്കിൾ ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അടുത്ത ടാഗ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്, വീണ്ടും ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സ്ക്വയർ എന്ന ടാഗാണ്, സ്ക്വയർ എന്ന ബുള്ളറ്റാണ്. ഓക്കെ, സ്ക്വയർ എന്ന ബുള്ളറ്റ് ചേർത്ത് കൊടുത്താൽ ഇതുപോലെ സ്ക്വയർ രൂപത്തിലായിരിക്കും നമുക്കിത് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഞാനിതൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ സ്ക്വയർ രൂപത്തിലുള്ള ബുള്ളറ്റുകളായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, മൊത്തം 4 വിധത്തിലാണ് അൺഓർഡർ ലിസ്റ്റിലെ ടാഗുകൾ വരുന്നത്. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് നമ്മൾ ഡിസ്ക് എന്ന് പറഞ്ഞു, മൂന്നാമത്തേത് നമ്മൾ സ്ക്വയർ എന്നും പറഞ്ഞു. ഇനി അടുത്തത് ഇതിലെ 4ാമത്തെ ഓപ്ഷൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു. അത് ഞാനിവിടെ വന്ന് നൺ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് പ്രത്യേകിച്ചൊരു ബുള്ളറ്റോ അല്ലെങ്കിൽ സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ഒന്നും വരുന്നില്ല, ജസ്റ്റ് ആ പോയിന്റുകൾ മാത്രമേ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരൂ. ഇങ്ങനെ 3 വിധത്തിലാണ് നമുക്ക് അൺഓർഡർ ലിസ്റ്റുകളായിട്ട് വരുന്നത്. ഒന്നാമത്തേത് സർക്കിൾ, രണ്ടാമത്തേത് ഡിസ്ക്, മൂന്നാമത്തേത് സ്ക്വയർ, നാലാമത്തേത് നൺ. ഓക്കെ, നൺ എന്ന് കൊടുത്താൽ നമുക്ക് സ്ക്രീനിൽ ഒന്നും അതിന് ബുള്ളറ്റ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമ്മൾ കൊടുത്തത് 1 by 1 ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരികയായിരിക്കും. ഓക്കെ, സർക്കിൾ ആണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ സർക്കിൾ രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അതേപോലെ തന്നെ ഡിസ്ക് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് ഡിസ്ക് രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. സ്ക്വയർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് സ്ക്വയർ രൂപത്തിലായിരിക്കും നമുക്ക് ഇതിന് ബുള്ളറ്റ് വരുക. നൺ ആണെന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് അതിന് പ്രത്യേകം ബുള്ളറ്റുകളൊന്നും ഇതിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.